ഹായ് ഫ്രണ്ട്സ്, കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ ഡിഷസ് എല്ലാം എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കപ്പ പുഴുക്കാണ്. അതെങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു 2 കിലോഗ്രാം കപ്പയാണ്. കഴുകി നുറുക്കിയത് ഈ ഒരു വലുപ്പത്തിലാണ് നുറുക്കി വെച്ചിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി അരമുറി തേങ്ങ, 3 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഞാൻ നന്നാക്കാൻ വേണ്ടിയിട്ട് നടു പുലർത്തി വെച്ചതാണ്. 5 അല്ലിയേ ഉള്ളൂ. ഇനി നമുക്ക് കപ്പ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഈ കപ്പ നല്ല നൂറുള്ള കപ്പയാണ്. 2 വിസിലടിച്ചാൽ മതി. അരപ്പും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കപ്പ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പയുടെ നെകയ്ക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കറിലായതുകൊണ്ട് ഇത്രയും വെള്ളം വേണമെന്നില്ല. പക്ഷേ കട്ടുള്ള കപ്പയൊക്കെയാണ് നേരത്തെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കട്ടൊക്കെ അങ്ങ് പൊക്കോളും. നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 വിസിലടിച്ചൊന്ന് വേവിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. മഞ്ഞൾപ്പൊടി അരപ്പിൻ്റെ കൂടെ മാത്രമേ ഇടുന്നുള്ളൂ. ഇത് ഉപ്പ് മാത്രം ഇട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് അരപ്പ് മറിച്ചെടുക്കാം. അരപ്പിലേക്ക് അരമുറി തേങ്ങ, 3 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 അല്ലി വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കണമെന്നില്ല. ഇനി അത് അരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു ശകലം വെള്ളം ചേർത്താലും കുഴപ്പമില്ല. ഞാനിത് വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് അരച്ചെടുത്താൽ മതി. നമുക്ക് കപ്പ വന്നതിന് ശേഷം കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ 2 വിസിലടിച്ച് വെന്തിട്ടുണ്ട്. നമുക്ക് കുക്കറിൽ നിന്ന് അത് ഊറ്റി വെള്ളം വാരാൻ വേണ്ടി വയ്ക്കാം. ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഊറ്റിയെടുക്കാം. ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് കപ്പയ്ക്ക് ഉപ്പുണ്ടാവും. പിന്നെ അരപ്പിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ കപ്പയുടെ വെള്ളമൊക്കെ നന്നായി പോയിട്ടുണ്ട്. കണ്ടോ, ഞാൻ അരിപ്പക്കൊട്ടയിലേക്കാണ് ഇട്ടുണ്ടായിരുന്നത്. ഇനി ഇത് അരപ്പ് ചേർക്കുന്ന ചെരുവത്തിലേക്കാണ് ഇപ്പോൾ ഇട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അരപ്പിൻ്റെ ഒപ്പമാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ അരപ്പും കപ്പയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. കാരണം അരപ്പിലേക്കുള്ള ഉപ്പ് ഉണ്ടാവില്ല. നമ്മൾ കപ്പയ്ക്കുള്ള ഉപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ഒരു സിമ്മിലാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചെടുക്കണം. ഈ കപ്പപ്പുഴുക്ക് ബീഫിൻ്റെയും ചിക്കൻ കറിയുടെയും ഒക്കെ ഒപ്പം നമുക്ക് കഴിക്കാം. നല്ലതാണ്. ഈ രീതിയിലൊന്ന് കപ്പപ്പുഴുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഉണ്ടാക്കുന്നവർക്ക് ചിലവർക്കൊക്കെ അറിയായിരിക്കും. ഇത് ഈ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് അറിയാത്തവരൊക്കെ ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയും കൂടിയാണ് അരപ്പിൻ്റെ ആ ടേസ്റ്റ്.
നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്ത് അരപ്പുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഉപ്പൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ എല്ലായിടത്തും മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പൊന്ന് നോക്കി നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഒന്ന് ആവി വന്നതിന് ശേഷം നമുക്ക് ബർണർ ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല നൂറുള്ള കപ്പയായതുകൊണ്ട് നന്നായി കുഴഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. കപ്പപ്പുഴുക്ക് വയ്ക്കാൻ എപ്പോഴും നൂറുള്ള കപ്പയാണ് നല്ലത്. ഇത്തിരി കിളുകിളുന്ന പോലത്തുള്ള കപ്പ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കപ്പ വാങ്ങുമ്പോൾ തന്നെ ഒന്ന് നോക്കി വാങ്ങുക. അങ്ങനെ പുഴുക്കുണ്ടാക്കാൻ വേണ്ടി നല്ല നൂറുള്ള കപ്പയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒപ്പം കപ്പ പുഴുക്കാക്കി കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായി പച്ച മണമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ബർണർ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ ടേസ്റ്റിയായ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. കപ്പ ഇത് ബീഫ് കറിയാണ്. ബീഫ് കറിയുടെ ഒപ്പവും പിന്നെ ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയുടെ ഒപ്പം നന്നായി കഴിക്കാം. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും കപ്പപ്പുഴുക്കും. ഇനി കപ്പയും ബീഫും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കുന്നത് അടുത്ത ദിവസം ഇടാം. ഇത് സെപ്പറേറ്റ് കപ്പയും ബീഫും സെപ്പറേറ്റ് വെച്ചതാണ്. കപ്പപ്പുഴുക്ക് ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. ഇപ്പം 4 മണിക്ക് കഴിക്കാനായിട്ട് നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാം. ഇതുപോലെ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ അടുത്തടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം. ബൈ.